ഇദാ ജാഅകും മൻ തറളൂന ദീനഹു വഅമാനതഹു വഖുലുഖ, ഒരു ചെറുപ്പക്കാരന്റെ സ്വഭാവം, ആ ചെറുപ്പക്കാരന്റെ ദീൻ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ഫസവ്വിജൂ, കല്യാണം കഴിച്ചു കൊടുത്തേക്ക്. ഭയങ്കര ബേജാറാണ് നമ്മൾ ഈ ഹദീസൊക്കെ ചർച്ച ചെയ്യാൻ. നാട്ടിൽ നടക്കുന്നത് ഈ ക്യാമ്പസ് സിനബുകൾ എന്നൊക്കെ പറഞ്ഞ് തോന്നിവാസം ചെയ്യിപ്പിച്ച് ആളെ കൂടെ ഇറങ്ങിപ്പോകലാണ് ഹീറോയിസം എന്ന് പഠിപ്പിക്കല്ലേ. കണ്ടവന്റെ കൂടെ ഡ്രൈവറായാലും വീട്ടു ജോലിക്കാരൻ, കുക്കായാലും ഗേറ്റ് കീപ്പർ ആയാലും ഏതെങ്കിലും ഒരാളെ എവിടുന്നെങ്കിലും കണ്ട് പരിചയപ്പെടാ, അങ്ങനെ പിന്നെ ഇയാളാ എന്റെ ജീവിതത്തിന്റെ എല്ലാം അയാളുടെ കൂടെ അങ്ങോട്ട് ജീവിക്കുക. എന്റെ ഉമ്മി വാപ്പയും പറഞ്ഞതൊക്കെ എന്തോ അതൊന്നും എനിക്ക് വേണ്ട. ഈ ഒരു സംസ്കാരമാണ് ഈ കലാകാരന്മാരെന്ന് പറഞ്ഞടക്കുന്ന ആൾക്കാർ ഈ ലോകത്തോട് പറഞ്ഞു കൊടുക്കുന്നത്. എന്താ ചെയ്യാ? അതാണ് നമ്മുടെ മക്കള് കാണുന്നത്, കേൾക്കുന്നത്, അറിയുന്നത്. അത് ഹീറോയിസമാണ് അല്ലേ? കല്യാണം നടത്താൻ ഒരു വാപ്പയോ ഒരു കുടുംബമോ ചെയ്യുന്ന സർവ്വ അധ്വാനങ്ങളും, അവരുടെ പരിശ്രമം, അവരുടെ വിയർപ്പ്, അവരുടെ ചിന്തകൾ എല്ലാം ഒരു ഭാഗത്ത് നിർത്തി ഏതോരത്തിന്റെ കൂടെ ഞാൻ പോവാൻ ഇങ്ങനെ ചിന്തിക്കുന്ന ഒരു ലോകമാണ്. അങ്ങനെ ചിന്തിപ്പിക്കാൻ അതിന്റെ ഇടയിൽ നിന്നാണ് പരിശുദ്ധ ഖുർആനിന്റെ ഈ ആയത്തുകൾ നമ്മൾ ചർച്ച ചെയ്യുന്നത്. അതുകൊണ്ട് ഇതിന്റെ ഫിസിക്കൽ ഇമ്പാക്ട്, ഇതിന്റെ പ്രാക്ടിക്കലായിട്ട് നമ്മൾ എങ്ങനെ ഇത് കൊണ്ടുവരാൻ കഴിയുമെന്ന് വളരെ സീരിയസ് ആയിട്ട് ആലോചിക്കണം. നമ്മുടെ കുടുംബങ്ങൾ വളരെ ഫ്രാങ്ക് ആയിട്ട് കുട്ടികളുമായി വിഷയങ്ങൾ സംസാരിക്കണം. എന്നിട്ട് ഇത് അള്ളാഹുവിന്റെ ദീനിന്റെ കാഴ്ചപ്പാടുകൾ അവരെ ബോധ്യപ്പെടുത്തി കൊടുക്കണം. ഇൽമില്ലാത്തത് കൊണ്ട് സംഭവിക്കുന്ന ഒരവസ്ഥ വരരുത്. കാര്യങ്ങൾ അറിയാഞ്ഞിട്ട്, നേരത്തെ പറഞ്ഞ സംഭവത്തിൽ ആ കുട്ടിക്ക് ഞാൻ ഈ ചെയ്തത് തെറ്റായി പോയി എന്ന് തോന്നിയില്ല. അതാണ് സങ്കടമുണ്ടോ ഈ പോയതിൽ, ഇങ്ങനെ ചെയ്തതിൽ കുട്ടിക്ക് സങ്കടമുണ്ടോ എന്ന് ചോദിച്ചു എന്റെ സുഹൃത്തപ്പോ. ആ ഉണ്ട് എന്ന് പറഞ്ഞു. ആ ഉണ്ട് എന്ന് പറയുന്നതും ശരിക്ക് സങ്കടപ്പെടുന്നതും രണ്ടാണ്. ഇപ്പൊ ബോധ്യപ്പെടുത്തി കൊടുക്കുകയാണ്. ഏതോ ഒരു ആളുടെ കൂടെ നീ പോയി ജീവിച്ചു, ശരി, 1 2 മാസം 6 മാസം ജീവിച്ചു, നിന്റെ കയ്യിലുള്ള സ്വർണം മാലയ്ക്ക് വിറ്റ് നിങ്ങൾ അടിച്ചുപൊളിച്ച് ജീവിച്ചു. പിന്നെ എന്ത്? വലിയൊരു ക്വസ്റ്റ്യൻ മാർക്ക് വന്നു. പിന്നെ എന്ത് ചെയ്യണം? അവന് ജോലിക്ക് പോകണം അല്ലേ? നീ എവിടെയെങ്കിലും വല്ല കൂരയിലോ എവിടെയെങ്കിലും ഒരു ടെന്റിലോ ഒരു ലോഡ്ജിലോ എവിടെയെങ്കിലും തങ്ങി നിന്റെ ഭർത്താവിന് വേണ്ടി കാത്തിരിക്കുക. നിന്റെ ഭർത്താവ് ജോലിക്ക് പോയേ പറ്റൂ. 5 നേരം ഉണ്ണണ്ടേ, ഭക്ഷണം കഴിക്കണ്ടേ. 6 മാസത്തെ നിന്റെ ആഘോഷം കഴിഞ്ഞു, റിയൽ ജീവിതത്തിലേക്ക് കടന്നു. നിനക്ക് കുട്ടിയുണ്ടായി. കുട്ടി ജനിച്ചാൽ പേര് എന്തിടണം? ഹിന്ദുവിന്റെ പേരിടണോ അല്ല നീ മുസ്ലിമാണ് നിന്റെ മുസ്ലിമിന്റെ പേരിടണോ? തർക്കം വന്നു. അവിടെ തുടങ്ങി പ്രശ്നം. എന്തെങ്കിലും ജാതി മതമില്ലാത്ത പേരിടുകയാണ് അവിടെ. പിന്നെ നിനക്ക് തോന്നുകയാണ്, കുട്ടിക്ക് തോന്നുകയാണ് എന്റെ ഉമ്മാനൊന്ന് പോയി കാണണം. കാണാൻ പറ്റുമോ? ഇല്ല. അവന് തോന്നുകയാണ് ഇവളെ കുട്ടി പുരക്ക് പോയിക്കൂടെ, അവന്റെ പുരക്കാർ സ്വീകരിക്കുവോ? ഇല്ല. ഇങ്ങനെ ഒരു 6 മാസം ഒരു 5 മാസം ജീവിച്ച് ബാക്കി ജീവിതകാലം മുഴുവനും നിങ്ങൾ സങ്കടപ്പെടുത്തണോ? അതല്ല. ക്യാമ്പസിലും കോളേജിലും കിട്ടിയ പ്രേമം, അതുപോലെ തന്നെ ലവ് ഒക്കെ അവിടെ തന്നെ ഇട്ടുപോകുന്ന സ്വന്തം കുടുംബം, തന്റെ രക്ഷിതാക്കന്മാർ തീരുമാനിച്ചവർക്ക് തെരഞ്ഞെടുക്കുന്ന കുടുംബത്തെ സ്വീകരിച്ച് ജീവിതകാലം മുഴുവനും നീ സന്തോഷത്തോടെ ജീവിക്കണോ? ഏതാ നിനക്ക് വേണ്ടത്? ഈ ചോദ്യചിഹ്നം നമ്മുടെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കണം. അതാണ്. കുറച്ച് 2 മാസം ജീവിച്ചാൽ മതിയോ? പിന്നെ നീ ചിന്തിച്ച് കരയേണ്ടി വരും. പിന്നെ കാര്യം ഉണ്ടാവില്ല. അതാണോ വേണ്ടത്? അതല്ല, നിനക്ക് എക്കാലവും സന്തോഷം വേണോ? നമ്മുടെ മക്കൾക്ക് ചിന്തിക്കാൻ കഴിയുന്ന വളരെ വേദനിപ്പിക്കുന്ന ഒരുപിടി സംഭവങ്ങൾ ഞാൻ ഇവിടെ പറയാൻ പാടുന്നതുകൊണ്ട് ഞാൻ പറയുന്നില്ല. വളരെ വേദനയുള്ള സംഭവങ്ങൾ. ഒരുപാട് ആളുകൾ വിഷമത്തിലാണ്. അല്ലാഹു തആല പ്രയാസങ്ങളൊക്കെ നീക്കി കൊടുക്കുമാറാകട്ടെ.